കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ട്. എവിടെ ട്രെയിൻ എവിടെ? ഹില്ല് കയറുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ലഗേജ് പിന്നെ വെക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. അപ്പോൾ നേരെ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ മുന്നിൽ എല്ലാവരും പറയുന്നത് 1700 2000, പക്ഷെ ഞങ്ങൾ വിടില്ല. കുടജാദ്രിയിലേക്കുള്ള ജീപ്പ് റൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അങ്ങനെ നമ്മൾ എഗ് നൂഡിൽസും എഗ് വെജ് വന്നു കേട്ടോ. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടൊക്കെ ഒരു പിടുത്തം പിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മാലത്തെ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാനൊരു കാണിച്ചു തരാം. ഈ ഒരു ഏരിയ ഫുഡിന്റെ ഏരിയ തന്നെയാണ്. ഇവിടെ പിന്നെ വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, എഗ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ മീനിന്റെ പേരാണെങ്കിൽ ചിക്കൻ സ്ക്വിഡ് കബാബ്, പ്രോൺസ് ഫ്രൈ, ചിക്കൻ കബാബ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഏത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ആകെ 60 രൂപയുള്ളൂ. ഗായ്സ് 5:10 വരേണ്ട ട്രെയിൻ ഏകദേശം ഇപ്പോഴും 20 മിനിറ്റ് വഴി 5:28 ഒരുപാട് ആളുകൾ ട്രെയിനിലേക്ക്. എവിടെ ട്രെയിൻ എവിടെ? എടാ നമ്മളെ ട്രെയിൻ എത്തി. അതാ സെൻട്രലിലെ കമ്പി ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് ലോക്കലാവും. നമുക്ക് മേമോട്ട് കിട്ടിയത്. മേമോ ട്രെയിനാണ് നമുക്ക് കിട്ടിയുള്ളത്. പിന്നെ ഇത് മുംബൈക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ മൂകാംബികയിലെത്തിയിട്ട് റൂമിന് വേണ്ടി അലയുകയാണ്. എല്ലാവരും പറയുന്നത് 1700 2000, പക്ഷെ ഞങ്ങൾ വിടില്ല അല്ലേ? അതുകൊണ്ടല്ലോ 500 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കയറണം. നല്ല അമ്മത്തെ കളി. അങ്ങനെ നമുക്ക് പിന്നെ മൂകാംബികയിലെത്തിയിട്ട് 2000 റേറ്റ് പറഞ്ഞത്. റൂമിൻ്റെ ഒക്കെ റേറ്റ് ഒരു രക്ഷയില്ല. ഒരു പിന്നെ 800 രൂപയ്ക്ക് ഏറ്റവും കുറവുള്ള സംഗതി നമ്മളിവിടുന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ റൂമിൻ്റെ വിശദങ്ങളെ കാണാം. നമ്മൾ 800 റുപ്പീസിന് മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂം കിട്ടും എന്നതിൽ സംശയമില്ല കേട്ടോ. അതിൻ്റെ ലൊക്കേഷനും ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആകും. പിന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് പെട്ടുപോകരുത്. ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ മൂകാംബിക ക്ഷേത്രം അവിടെ കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. കുടജാദ്രിയിലേക്കുള്ള ജീപ്പ് റൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് ബാഗൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ബാഗ് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകണം. പിന്നെ നമ്മളെ ട്രക്കിങ്ങിന് മുന്നേ ലഗേജ് എവിടെയെങ്കിലും വെക്കണം കേട്ടോ. അതിലുള്ളൊരു സാഹചര്യം ഇവിടെ എവിടെയും കാണാനില്ല. നോക്കട്ടെ, അമ്പലത്തിൻ്റെ ഈ സൈഡിലെത്തിയിട്ടുണ്ട്. നമുക്കിവിടെ പോയി നോക്കാം. നമ്മൾ പിന്നെ കുടജാദ്രി ഹില്ല് കയറാനായിട്ട് പോകട്ടോ. ഇവിടെ ഹില്ല് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ എന്തില്ല, ഹില്ല് കയറുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ലഗേജ് പിന്നെ വെക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. അപ്പോൾ നേരെ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ മുന്നിൽ ശ്രീ ജഗദാംബിക പിന്നെ ഒരു ലഗേജ് റൂമുണ്ട്. അവിടെ വെച്ചാൽ മതി. വെറും 10 രൂപ വെറും 10 രൂപ ഉള്ളൂ. 10 രൂപയ്ക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കാവുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ജീപ്പിനടുത്തേക്ക് പോകണം. സമയം 7 മണി. എടാ ഇവിടെ കേട്ടോ ജീപ്പ് സവാരി, ജീപ്പ് സർവീസ് ഉണ്ടോ. ഇവിടെ ഒരുപാട് ജീപ്പുകളുണ്ട്. വന്നു കഴിഞ്ഞാൽ അപ്പം കിട്ടും. എടാ നമുക്ക് ഹില്ല് പിന്നെ കയറാനുള്ള ജീപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു ജീപ്പിൽ 8 ആളെങ്കിലും വേണം. 8 ആളുണ്ടെങ്കിലേ മൂവ് ചെയ്യുള്ളൂ. ഫ്രണ്ട്സ്, നമുക്ക് പോകാനുള്ള ജീപ്പ് എത്തിയിട്ടില്ല. ഈ ജീപ്പുണ്ട്. ഈ ജീപ്പാട്ട കാണാനൊരു മഹീന്ദ്രന്റെ ഒരു ലുക്ക് തന്നെ കേട്ടോ. അത് റേഞ്ച് വേറെ തന്നെ. ഗൈസ്, ഇതിന്റെ മേലെ കണ്ടോ? മേലൊക്കെ ഒരുപാട് ജീപ്പുകൾ ഇതാണ്. ഇവിടെ ജീപ്പുകളൊക്കെ ഒരുപാട് അവൈലബിൾ ഉണ്ടോ. നമ്മളിനി പിന്നെ
ഒരാളും കൂടെ വേണം, അതിനുള്ള വെയിറ്റിംഗ്. ടോട്ടലായിട്ട് 8 ആളാണ് വേണ്ടത്. 7 ആളിപ്പോൾ നിലവിലുണ്ട്. ഇതാണ് ട്രാക്ക് കേട്ടോ, ഈ ട്രാക്ക് വഴി പോവുക. എന്തായാലും സെറ്റാക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കുടജാദ്രിക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ഷോപ്പുണ്ട് കേട്ടോ. മുന്നേ വേറെ കടകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമുക്ക് എന്തൊരു സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങുക ചെയ്യണം. ഇതാണ് താഴെയുള്ള സ്റ്റോപ്പാണ്. ഇതിന് സ്ഥലപ്പേരെന്താടാ, ശ്രീ മെഡിക്കൽ ആൻഡ് ജനറൽ. ഒരു ബോർഡിൽ പേരില്ല എന്നുള്ളതാണ്